ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി 125 ആണ്. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസിന് വേണ്ടിയിട്ടാണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ 2-3 കംപ്ലയിൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു 40 മുകളിൽ പോകുമ്പോൾ ഒരു ഷെയറിങ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ മൈലേജ് ഷോട്ട് പറഞ്ഞിട്ടുണ്ട്, സെൽഫ് ഇടയ്ക്ക് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക, വാട്ടർ സർവീസ്, പൊല്യൂഷൻ ടെസ്റ്റ്, പിക്കപ്പിലോ, ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ് കേട്ടോ. നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ ഷെയറിങ് അങ്ങനെ കാര്യമായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ബാക്കിൽ ടയറിൻ്റെ ഒരു കുഴപ്പം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ഷെയറിങ് കാണിക്കുന്നുണ്ട്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ടയറും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഈ മോഡൽ ഇടുമ്പോഴുള്ള പ്രശ്നമാണ് അത് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് എപ്പോഴും ടയർ മാറ്റുമ്പോൾ ആ സാപ്പർ മോഡൽ, ആ ഫ്രണ്ടിൽ കിടക്കുന്ന മോഡൽ, ആ മോഡൽ തന്നെ ബാക്കിലേക്ക് ഇടാൻ ശ്രദ്ധിക്കാം. അപ്പോഴാണ് നമുക്ക് ഓടിക്കാനൊരു കംഫർട്ട് ആവുള്ളൂ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം മാക്സിമം ഓടിച്ചിട്ട് ആ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മൾ ജന സർവീസിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം പോലെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ബാക്കിലെ ബ്രേക്ക് ഷോ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അത്യാവശ്യം ക്ലച്ച് വർക്ക് ചെയ്ത പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്യാം. അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ്, ബോസ് ഡ്രൈവ് ഒന്നും വേറെ കുഴപ്പമൊന്നുമില്ല. ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. നമുക്കതെന്നെ ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതിൻ്റെ ബെൽറ്റ്, ക്ലച്ചിനുള്ളിൽ വരുന്ന ബെൽറ്റാണ്. ബെൽറ്റ് കിടക്കുന്നത് ഇതിൻ്റെ ബെൽറ്റല്ല കിടക്കണം, മറ്റേ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് അല്ല കേട്ടോ കിടക്കണം. അപ്പോൾ നമുക്ക് ബെൽറ്റൊന്ന് മാറ്റിയിടാം. ശരിക്കും പറഞ്ഞാൽ ഹോണ്ടയ്ക്ക് കുറച്ചും കൂടി ഈ 125 കുറച്ചും കൂടി വീതി വരും ബെൽറ്റിന്. ഇത് തീരെ വീതി കുറവാണ്. അതിൻ്റേതായ ഒരു വലിയ കുറവൊക്കെ വണ്ടിക്ക് കാണിക്കും. അപ്പോൾ നമുക്ക് ബെൽറ്റൊന്ന് മാറ്റിയിടാം. നമുക്ക് ഡ്രൈവ് ബെൽറ്റൊന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ എയർ ഫിൽറ്റർ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. എയർ ഫിൽറ്റർ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ വേറെ കമ്പനി പറയും ഈ ഹെഡിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ലീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കയ്യോടെ നമുക്ക് ആ ഹെഡിൻ്റെ ഗ്യാസ്കറ്റ് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമുക്കൊന്ന് അയച്ച് ക്ലീൻ ചെയ്യാം. ഞാൻ ബാക്ക് വീൽ അയച്ചത് കൊണ്ടാണ് ഫ്രണ്ട് അയച്ചത്. അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അയച്ച് അതിൻ്റെ ബ്രേക്ക് നമുക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യണം. ഇത് നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ഇപ്പോൾ സെൽഫിന് വേറെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമ്മൾ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകണം. അതിൻ്റെ 13 വരെ വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും ഒരു 9.6550 ആ ലെവലിലേക്ക് താഴോട്ട് വരുന്നുണ്ട്. ഒരു 8.5 വോൾട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാലാണ് ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് കൊടുത്തുള്ളൂ. ഇപ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബാറ്ററി ഇരിക്കുന്നത് 2023 ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതിൻ്റെ പ്ലഗിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. പ്ലഗും നല്ല പ്ലഗാണ്, നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതുപോലെ അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ പറയും, അതും ഒന്ന് ക്ലീൻ ചെയ്തിടാം, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂടി മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കണം കേട്ടോ. പിന്നെ നിലവിൽ ഓടിച്ച് നോക്കിയിട്ട് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.